നമസ്കാരം. കൊമേഴ്സ് എജു ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പർച്ചേസ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഓഫ് പർച്ചേസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പർച്ചേസ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നുള്ള ക്ലാസ്സുകളിൽ എന്താണ് പർച്ചേസ്, അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽസ്, എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസ് വരുന്ന കേസിലാണ് സാധാരണ രീതിയിൽ പർച്ചേസ് പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിക്കേണ്ട ഒരു അവസരം വരുന്നത്. അതായത് സെൻട്രലൈസ്ഡ് പർച്ചേസ് ഉണ്ടാവുന്ന കേസിലാണ് ഈ പർച്ചേസ് പ്രൊസീജിയർ അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പർച്ചേസ് പ്രൊസീജിയർ, ഏതൊക്കെ സ്റ്റെപ്സാണ്, ഏതൊക്കെ സ്റ്റേജസ് ആണ് പർച്ചേസ് പ്രൊസീജിയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. പർച്ചേസ് പ്രൊസീജിയറിൻ്റെ സ്റ്റേജസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പർച്ചേസ് പ്രൊസീജിയറിൻ്റെ സ്റ്റേജസിൽ വരുന്നവ: റിസീവിംഗ് പർച്ചേസ് റിക്വിസിഷൻ. ഫസ്റ്റ് വൺ റിസീവിംഗ് പർച്ചേസ് റിക്വിസിഷൻ. സെക്കൻഡ് വൺ ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡർ. തേർഡ് വൺ സെലക്ടിംഗ് ദി സപ്ലയർ. ആൻഡ് ഫോർത്ത് വൺ പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ. First one receiving purchase requisition, inviting quotation and tenders, selecting the suppliers, placing the purchase order. ഇവ നാലുമാണ് ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് സ്റ്റേജിൽ വരുന്ന ഫസ്റ്റ് 4 പോയിൻറ്റ്സ് ഇവയൊക്കെയാണ്. അതായത് നമ്മൾ പറയുമ്പോൾ പർച്ചേസ് പ്രൊസീജിയറിൽ മുഴുവനായിട്ട് പറയുമ്പോൾ 7 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് 4 സ്റ്റെപ്സ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റിസീവിംഗ് പർച്ചേസ് റിക്വിസിഷൻ, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡേഴ്സ്, സെലക്ടിംഗ് ദി സപ്ലയേഴ്സ്, പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ. ഇനി നെക്സ്റ്റ് 5th വണ്ണിലോട്ട് പോകുമ്പോൾ റിസീവിംഗ് ഓഫ് മെറ്റീരിയൽസ്. 5th one receiving of materials. 6th one inspection of material. And 7th one checking the invoice and make payment. Okay, ഒന്നുകൂടി നോക്കാം. ഇപ്പം തന്നെ എല്ലാവരും പഠിച്ചോളാം. ഒന്നുകൂടി നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിസീവിംഗ് പർച്ചേസ് റിക്വിസിഷൻ. സെക്കൻഡ് വൺ ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡർ. തേർഡ് വൺ സെലക്ടിംഗ് ദി സപ്ലയർ. ഫോർത്ത് വൺ പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ. ആൻഡ് ഫിഫ്ത്ത് വൺ റിസീവിംഗ് ഓഫ് മെറ്റീരിയൽസ്. ആൻഡ് സിക്സ്ത് വൺ ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ആൻഡ് സെവൻത്ത് വൺ ചെക്കിംഗ് ദി ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ തന്നെ പഠിച്ചോളാം. 7 സ്റ്റേജസ് ആണ് പർച്ചേസ് പ്രൊസീജിയറിലുള്ളത്, അല്ലെങ്കിൽ പർച്ചേസ് കൺട്രോളിൻ്റെ പ്രൊസീജിയറിൽ വരുന്നത് 7 സ്റ്റെപ്സ് ആണുള്ളത്. ആ 7 സ്റ്റെപ്പും ഇപ്പോൾ തന്നെ ഒന്ന് മനസ്സിലേക്ക് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഇനി ഇവയിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇനി ഓരോന്നിലോട്ടും പോവാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിസീവിംഗ് പർച്ചേസ് റിക്വിസിഷൻ. അപ്പോൾ റിസീവിംഗ് പർച്ചേസ് റിക്വിസിഷൻ എന്നുള്ള സ്റ്റേജിൽ പറയുന്നത്, ഈ റിക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോമൽ റിക്വസ്റ്റ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സോ സ്റ്റോർ കീപ്പറോ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ഫോമൽ റിക്വസ്റ്റിനെയാണ് പർച്ചേസ് റിക്വിസിഷൻ എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് റിക്വിസിഷൻ ഈസ് എ ഫോമൽ റിക്വസ്റ്റ് ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് മെറ്റീരിയൽ സ്പെസിഫൈഡ് ഇൻ ഇറ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് റിക്വിസിഷനിൽ ആ റിക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന ഒരു ഫോമൽ റിക്വസ്റ്റ് ആണ് എന്ത് പറയുന്നത്, പർച്ചേസ് റിക്വിസിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പർച്ചേസ് റിക്വിസിഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് കണ്ടെയ്ൻസ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ്. എത്രത്തോളം, ഏതൊക്കെ മെറ്റീരിയലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, ഏതൊക്കെ മെറ്റീരിയലാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഡേറ്റ് ബൈ വിച്ച് മെറ്റീരിയൽസ് ആർ റിക്വയർഡ്, ഏത് ഡേറ്റ് ആകുമ്പോഴേക്കാണ് അവർക്ക് ഇത്തരം ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ളത്, ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ്. അതുപോലെ തന്നെ ആ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് എത്രത്തോളമാണ് വേണ്ടത്, അതിൻ്റെ ക്വാളിറ്റി എത്രയായിരിക്കണം, എങ്ങനെയുള്ളതായിരിക്കണം എന്നുകൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. കൂടാതെ
ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഈ റിക്വസ്റ്റ് കൊടുക്കുന്നത്, ഈ പർച്ചേസിങ് റിക്വസ്റ്റ് കൊടുക്കുന്നത് ആ പർട്ടിക്കുലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കൂടി ഈ പർച്ചേസിങ് റിക്വസിഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ പർച്ചേസിങ് റിക്വസ്റ്റ് കണ്ടെയ്ൻസ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ്, ഡേറ്റ് ബൈ വിച്ച് മെറ്റീരിയൽസ് ആർ റിക്വയർഡ്, quantity and quality of material requested and name of the department etc. ഇത്തരം കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക, പർച്ചേസിങ് റിക്വസിഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ദി പർച്ചേസ് റിക്വസിഷൻ ഈസ് ജനറലി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ്. ഇതിൻ്റെ 3 കോപ്പീസാണ് ഉണ്ടാക്കുക. അതായത് പർച്ചേസ് റിക്വസിഷൻ 3 കോപ്പി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ദി ഒറിജിനൽ ഈസ് സെൻഡ് ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഒറിജിനൽ ആർക്ക് കൊടുക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ആരാ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്? അതാത് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ പർച്ചേസ് റിക്വസിഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, അവരെന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ കോപ്പി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ദി ഡ്യൂപ്ലിക്കേറ്റ് ഈസ് റീറ്റെയിൻഡ് ബൈ ദി സ്റ്റോർ കീപ്പർ. ആ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യും, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അയാളുടെ കയ്യിൽ തന്നെ വെക്കും. ഓർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവൈറ്റിംഗ് ഇറ്റ് ആസ് കേസ് മേ ബി. അതായത് ആരാണോ മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തത്, അതായത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുത്തതെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കയ്യിൽ വെക്കാം. സ്റ്റോർ കീപ്പറാണ് കൊടുത്തതെങ്കിൽ സ്റ്റോർ കീപ്പർ ആ കോപ്പി കയ്യിൽ വെക്കും. അത് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യും. ആൻഡ് ദി ട്രിപ്ലിക്കേറ്റ് ഈസ് ഫയൽഡ് ഇൻ ദി ഓഫീസ് ഓഫ് ഓതറൈസിങ് എക്സിക്യൂട്ടീവ്. മൂന്നാമത്തെ കോപ്പി, തേർഡ് വൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഓഫീസിൽ ഫയൽ ചെയ്ത് വെക്കും. അപ്പോൾ പർച്ചേസ് റിക്വസിഷൻ്റെ 3 കോപ്പീസ് ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒറിജിനൽ ഈസ് സെൻഡ് ടു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഈസ് റിറ്റൈൻഡ് ബൈ സ്റ്റോർ കീപ്പർ ഓർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ദി കേസ് മേ ബി ആൻഡ് ട്രിപ്ലിക്കേറ്റ് ഈസ് ഫയൽഡ് ഇൻ ദി ഓഫീസ്. അതായത് ആ ഓഫീസിൽ അത് ഫയൽ ചെയ്ത് വെക്കും. ഓതറൈസ്ഡ് പേഴ്സൺ എന്ത് ചെയ്യും, ആ കോപ്പി ഫയൽ ചെയ്ത് വെക്കും. അപ്പോൾ റിസീവിങ് പർച്ചേസ് റിക്വസിഷനിൽ പറഞ്ഞിരിക്കുന്നത്, പർച്ചേസിങ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് മെറ്റീരിയൽ സ്പെസിഫൈഡ് ഇൻ ഇറ്റ്. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഫോർമൽ റിക്വസ്റ്റാണ് ഏതെന്ന് പറയുന്നത്, പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് തരണം എന്നുള്ള റിക്വസ്റ്റാണ് കൊടുക്കുന്നത്. ഇനി ഈ പർച്ചേസ് റിക്വസിഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ റിക്വയർഡ്, ഡേറ്റ് ബൈ വിച്ച് മെറ്റീരിയൽസ് ആർ റിക്വയർഡ്, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ്, നെയിം ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് റിക്വസിഷനിൽ വരുന്നത്. അപ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞാൽ പർച്ചേസ് റിക്വസിഷൻ ഈസ് എ എന്താണ്? പർച്ചേസ് റിക്വസിഷൻ ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് ടു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് മെറ്റീരിയൽ സ്പെസിഫൈഡ് ഇൻ ഇറ്റ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റേജിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് പ്രോസസ്, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡേഴ്സ്. പർച്ചേസ് റിക്വസിഷൻ സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡേഴ്സ് ആണ്. അതായത് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ എ ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടാവും. അതിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കുന്ന സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, കൊട്ടേഷൻസ് സ്വീകരിക്കും. അതായത് അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് അവരോട് പറയുകയും അതിനനുസരിച്ച് അവർ എത്രത്തോളമാണ് അതിന് പ്രൈസ് ചാർജ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കൊട്ടേഷൻ ആറ് കൊടുക്കും, സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ടെൻഡർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റിട്ടേൺ ലെറ്റർ or an advertisement given in newspaper inviting the prospective supplier to quote their lowest price and other terms and conditions. എന്ന് പറഞ്ഞാൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്ന ഒരു റിട്ടേൺ ലെറ്റർ ആവാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കാണുന്ന ഒരു എന്താവാം, അഡ്വർടൈസ്മെൻ്റ് ആവാം. അതായത് ഓരോ സപ്ലയേഴ്സും അവരുടെ ലോവസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കോട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ടെൻഡർ, അല്ലെങ്കിൽ ഒരു റിട്ടേൺ ലെറ്റർ ആണ് ടെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൊട്ടേഷൻസും ടെൻഡറും സ്വീകരിച്ചിട്ടാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കിയുള്ള സ്റ്റേജസിലോട്ട് പോകുന്നത്. അപ്പോൾ റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡേഴ്സ്. അതായത് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അവരുടെ കയ്യിൽ ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സ് ഉണ്ടാവും, ആ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ
എന്ത് വാങ്ങും? ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻസ് വാങ്ങും. ഓക്കെ, അതാണ് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡർ എന്ന് പറയുന്നത്. അടുത്ത പ്രോസസ് സെലക്ടിങ് ദി സപ്ലയർ. Receiving purchase requisition, inviting quotations and tenders, and next one is selecting the supplier. ഇതിൽ പറയുന്നത് നമ്മൾ ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡേഴ്സ് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സപ്ലയേഴ്സ് എന്ത് ചെയ്യും? അവർ കൊട്ടേഷൻസും ടെൻഡേഴ്സും അയച്ചു കൊടുക്കും. കൊട്ടേഷൻസും അല്ലെങ്കിൽ ടെൻഡേഴ്സും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. ആഫ്റ്റർ റിസീവിങ് ദി കൊട്ടേഷൻ ആൻഡ് ടെൻഡേഴ്സ്, ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അനലൈസ് ദീസ് ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻസ് ആൻഡ് സെലക്ട് ദി ബെസ്റ്റ് കൊട്ടേഷൻ. എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? കൊട്ടേഷൻസ് സ്വീകരിച്ച ശേഷം ആ കൊട്ടേഷനിൽ ഏത് സപ്ലയറുടേതാണോ, ഹൂസ് കൊട്ടേഷൻ പ്രൈസ് ഈസ് ലോവസ്റ്റ്, ആരുടെ പ്രൈസാണോ ലോവസ്റ്റ് ആയിട്ടുള്ളത്, ആൻഡ് ഹൂസ് ഫേവറബിൾ ഇൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ആരുടെ കൊട്ടേഷനിലാണ് ഫേവറബിൾ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളത്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്, അവരെന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ ഓൺ റെസിപ്റ്റ് ഓഫ് കൊട്ടേഷൻ എ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ കൊട്ടേഷൻസ് റിസീവ്ഡ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദി ലോവസ്റ്റ് പ്രൈസ് കൊട്ടേഷൻ ആൻഡ് ബെസ്റ്റ് ടേം ആൻഡ് കണ്ടീഷൻസ് ഓഫേർഡ്. അതായത് കൊട്ടേഷൻസ് റിസീവ് ചെയ്ത ശേഷം ആ കൊട്ടേഷൻസൊക്കെ വച്ചുകൊണ്ട് ആ കൊട്ടേഷൻസിനൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് അതിനുള്ള ഫൈനൽ ഡിസിഷനിലെത്താൻ വേണ്ടി ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും അതുവഴി ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കൊട്ടേഷൻ ആരുടേതാണ് ഏറ്റവും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫർ ചെയ്യുന്നത്, അവരെ എന്ത് ചെയ്യും? ആ സപ്ലയറെ ഇവർ സെലക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സെലക്ടിങ് ദി സപ്ലയർ എന്ന പ്രോസസ്സ് വഴി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ മെറ്റീരിയൽ നൽകാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സപ്ലയറെ സെലക്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദി സെലക്ടിങ് ഓഫ് സപ്ലയർ, നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പർച്ചേസ് ഓർഡർ പ്ലേസ്മെൻറ്റ്. പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുക. അതായത് നമ്മൾ സെലക്ട് ചെയ്ത സപ്ലയറുടെ അടുത്ത് നമ്മൾക്ക് അതായത് ഫോമിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എത്രയാണെന്നും അത് ഏത് ഡേറ്റിനാണ് ഡെലിവർ ചെയ്യേണ്ടതും തുടങ്ങിയ ഇൻഫർമേഷൻസൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് പ്ലേസ്മെൻറ്റ് ഓഫ് ഓർഡർ അല്ലെങ്കിൽ പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഓർഡറിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പർച്ചേസർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി സപ്ലയർ, ക്വാണ്ടിറ്റി റിക്വേർഡ്, ഡേറ്റ് ഓഫ് ഡെലിവറി, പ്ലേസ് ഓഫ് ഡെലിവറി, ടേംസ് ഓഫ് പേയ്മെൻറ്റ്, ഏത് മെത്തേഡിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പർച്ചേസിങ് ഓർഡറിൽ കാണിച്ചിരിക്കുക. അപ്പോൾ പർച്ചേസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? പർച്ചേസിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുക. ആർക്കാണ് ഓർഡർ കൊടുക്കുന്നത്? നമ്മൾ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന സപ്ലയർക്ക് ഓർഡർ കൊടുക്കുക. അതാണ് പ്ലേസിങ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പർച്ചേസിങ് ഓർഡറിൽ പർച്ചേസ് മാനേജർ സൈൻ ചെയ്തിട്ടായിരിക്കും പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആൻ ഓർഡർ ഫോർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് റിക്വേർഡ്. നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിന് നമ്മൾ സെലക്ട് ചെയ്ത സപ്ലയർക്ക് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുക. നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനെയാണ് പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്നത് ആരാണ്? പർച്ചേസ് മാനേജറാണ്. പർച്ചേസ് മാനേജർ സൈൻ ചെയ്ത ഒരു ഓർഡർ ആയിരിക്കും സപ്ലയർക്ക് കൈമാറുന്നത്. നെക്സ്റ്റ് പ്രോസസ് റിസീവിംഗ് ഓഫ് മെറ്റീരിയൽസ് ആണ് 5th പോയിന്റ്. സാധാരണ രീതിയിൽ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും ചെറിയ കൺസേൺസ് ആണെങ്കിൽ, സ്മോൾ കൺസേൺസ് ആണെങ്കിൽ അത് അവിടുത്തെ സ്റ്റോർ കീപ്പർ ആയിരിക്കും ചെയ്യുക. അതായത് സ്മോൾ കൺസേൺസ് ആണെങ്കിൽ മെറ്റീരിയൽ റിസീവ് ചെയ്യുക, അത് ഇൻസ്പെക്ഷൻ തുടങ്ങിയ റെസ്പോൺസിബിലിറ്റി ഒക്കെ സ്റ്റോർ കീപ്പറിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പക്ഷേ ഇൻ ലാർജ് കൺസേൺസ് there should be a separate receiving department to receive the materials. അവിടെ എന്തുണ്ടാവും? ലാർജ് കൺസേൺസിൽ മെറ്റീരിയൽസ് റിസീവ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ
റിസീവിങ് ക്ലർക്കായിരിക്കും അവിടെ റിസീവ് ചെയ്യുന്ന മെറ്റീരിയൽസ് വെരിഫൈ ചെയ്യുന്നതും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും. അതായത് എത്രത്തോളം മെറ്റീരിയലാണ് റിസീവ് ചെയ്തത്, അതുപോലെ തന്നെ ഏത് ഡേറ്റിനാണ് അത് റിസീവ് ചെയ്തത്, അതുപോലെ തന്നെ കണ്ടീഷൻ, അതിൻ്റെ റിസീവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയാൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ റിസീവിങ് ക്ലർക്ക് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ സ്മോൾ കൺസേൺ ആണെങ്കിൽ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് റിസീവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽ ഈസ് എൻട്രസ്റ്റഡ് ടു ദി സ്റ്റോർ കീപ്പർ. ഓക്കെ, ബട്ട് ഇൻ ലാർജ് കൺസേൺസ് ദർ വിൽ ബി എ സെപ്പറേറ്റ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ടു റിസീവ് ദി materials. Okay, after taking delivery of goods, the receiving clerk verify the contents of the package വിത്ത് ദി കൺസൈൻമെൻറ്റ് നോട്ട്. അതായത് കൺസൈൻമെൻറ്റ് നോട്ട് നമ്മൾ എത്രത്തോളം മെറ്റീരിയലിനാണോ ഓർഡർ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ആ ഡീറ്റെയിൽസിനനുസരിച്ച് തന്നെയാണോ മെറ്റീരിയൽസ് റിസീവ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ആ റിസീവ് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതുപോലെ തന്നെ ഏത് ഡേറ്റിനാണ് അത് റിസീവ് ചെയ്തത്, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ചെയ്തു വെക്കും. ഓക്കെ, കൺസൈൻമെൻറ്റ് നോട്ടിൻ്റെ ഒറിജിനൽ കോപ്പി സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്യുകയും ചെയ്യും. കൺസൈൻമെൻറ്റ് നോട്ടിൻ്റെ ഒറിജിനൽ കോപ്പി, കൺസൈൻമെൻറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ റിസീവിങ് ക്ലർക്ക് പ്രിപ്പയർ ചെയ്യുന്നൊരു നോട്ടാണ്. അതായത് അയാൾ റിസീവ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതെന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ കോപ്പി സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ 2 copies ആർ റിട്ടേൺ ടു ദി സപ്ലയർ. സപ്ലയറാണോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തത് ആ സപ്ലയർക്ക് അതിൻ്റെ 2 കോപ്പി റിട്ടേൺ ചെയ്ത് കൊടുക്കുകയും അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കൺസൈൻമെൻറ്റ് നോട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 3 കോപ്പീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആര് പ്രിപ്പയർ ചെയ്യുന്നു, ഒന്നിക്കിൽ സ്മോൾ കൺസേൺ ആണെങ്കിൽ അവിടെ ആരായിരിക്കും, സ്റ്റോർ കീപ്പർ ആയിരിക്കും. ഇനി ലാർജ് കൺസേൺ ആണെങ്കിൽ, അതായത് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ഉള്ള കൺസേൺ ആണെങ്കിൽ അവിടെ റിസീവിങ് ക്ലർക്ക് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ 3 കോപ്പീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. 1 copy is sent to the stores department and 2 copies sent to the supplier. Okay, അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് ഓർ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. എന്താണ് മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് ഓർ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ ടൈപ്പിലുള്ള ഏതെങ്ങനെയുള്ള ഗുഡ്സാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ക്വാളിറ്റി എത്രയാണ്, കണ്ടീഷൻ എങ്ങനെയാണ്, നെയിം ഓഫ് സപ്ലയർ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുക. മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൽ കാണിക്കാം. ഓക്കെ, ദി ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ഇൻ 5 copies. 5 കോപ്പി ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. 5 copies ആണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദി ഒറിജിനൽ ഈസ് സെൻഡ് ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒറിജിനൽ ആർക്ക് കൊടുക്കും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഫോർവേഡ് ചെയ്യുന്നത്. 1 copy sent to the സ്റ്റോർ കീപ്പർ, 1 copy sent to the ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് and another one is given to the cost accounting department and the last copy is retained by the receiving department. ഓക്കെ, 5 copies ആണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് എന്ത് ചെയ്യും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്യും, മറ്റൊന്ന് സ്റ്റോർ കീപ്പർക്ക് സെൻഡ് ചെയ്യും, മറ്റൊന്ന് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും, അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും, ലാസ്റ്റ് വൺ റിറ്റെയിൻഡ് ബൈ ദി റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് 6th പ്രോസസ്സാണ്. പർച്ചേസിങ് പ്രൊസീജിയറിൻ്റെ 6th പ്രോസസ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ റിസീവിങ് ഓഫ് മെറ്റീരിയൽസിൽ പറഞ്ഞ പോലെ തന്നെ ലാർജ് കൺസേൺസ് ആണെങ്കിൽ, ലാർജ് എൻ്റർപ്രൈസസ് ആണെങ്കിൽ അവിടെ സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ലാർജ് കൺസേൺസ് ആണെങ്കിൽ അവിടെ സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽസും അവർ പ്രിപ്പയർ ചെയ്ത ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൻ്റെ ഒരു കോപ്പിയും കൂടി ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോർവേഡ് ചെയ്യും. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ഷൻ ഓഫീസർ അവർക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി, സൈസ്, ക്വാളിറ്റി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പർച്ചേസ് ഓർഡറുമായിട്ട്
പർച്ചേസ് ഓർഡറിൻ്റെ കോപ്പിയുമായിട്ട് അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്ന ഗുഡ്സ് റിസീവ്ഡ് നോട്ടുമായിട്ടൊക്കെ ഒത്തുനോക്കുകയും ഇൻസ്പെക്ട് ചെയ്യുകയും ചെക്ക് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഇൻസ്പെക്ഷനും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞാൽ അയാൾ, അതായത് നമ്മുടെ ഇൻസ്പെക്ടിംഗ് ഓഫീസർ, ഒരു ഡീറ്റെയിൽഡ് നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യും. ആ നോട്ടിനെ അല്ലെങ്കിൽ ആ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഓർ നോട്ട്. ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്നും പറയാം, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നോട്ട് എന്നും പറയാം. ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ നോട്ട്സിൽ കൃത്യമായി തന്നെ റിസീവ് ചെയ്ത മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ഏതെങ്കിലും മെറ്റീരിയൽ റിജക്റ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ്. ഇതിൻ്റെയും 3 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദി ഒറിജിനൽ ഈസ് സെൻഡ് ടു ദി സപ്ലയർ, ദി സെക്കൻഡ് ഈസ് സെൻഡ് ടു ദി സ്റ്റോർ കീപ്പർ ആൻഡ് ദി തേർഡ് വൺ ഈസ് ഫയൽഡ് ഇൻ ദി ഇൻസ്പെക്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. 3 കോപ്പിയാണ് ഇൻസ്പെക്ടിംഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരെണ്ണം സ്റ്റോർ കീപ്പർക്ക് സെൻഡ് ചെയ്യും, ഒരെണ്ണം സപ്ലയർക്ക് സെൻഡ് ചെയ്യും, ആൻഡ് ലാസ്റ്റ് വൺ റിട്ടേൺഡ് ബൈ ദി ഇൻസ്പെക്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരെണ്ണം സൂക്ഷിച്ചു വയ്ക്കും, ഫയൽ ചെയ്ത് വയ്ക്കും, ഒരെണ്ണം സ്റ്റോർ കീപ്പർക്കും ഒരെണ്ണം സപ്ലയർക്കും സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ റിസീവ് ചെയ്ത ശേഷം അത് ഇൻസ്പെക്ട് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽസ് പർച്ചേസ് ഓർഡറുമായിട്ട് ചെക്ക് ചെയ്യും. അതിനുശേഷം ഇൻസ്പെക്ഷൻ ഓഫീസർ ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ, റിജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ 3 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരെണ്ണം സപ്ലയർക്കും ഒരെണ്ണം സ്റ്റോർ കീപ്പർക്കും ഒരെണ്ണം ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുമാണ് അത് കൈമാറ്റം ചെയ്യുന്നത്. ഒരെണ്ണം ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ആൻഡ് ലാസ്റ്റ് പ്രോസസ്സിലോട്ട് പോവാം. ലാസ്റ്റ് പ്രോസസ്സാണ് ഏതാണ്? Last process, checking the invoice and making payment. ചെക്കിംഗ് ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻ്റ് ആണ് നമ്മുടെ പർച്ചേസ് പ്രൊസീജിയറിൻ്റെ അകത്ത് വരുന്ന ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ചെയ്യുന്നത് ഇൻവോയ്സ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ള സംഭവമാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ സപ്ലയർ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചുകൊണ്ടൊരു ബില്ല് അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് കൂടി കൊടുത്തിട്ടുണ്ടാവും. ആ ഇൻവോയ്സ് വച്ചിട്ട് മെറ്റീരിയൽസിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് ചെക്കിംഗ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ചെക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്ത പർച്ചേസ് ഓർഡറും അതുപോലെ തന്നെ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ റിസീവ്ഡ് നോട്ടും അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ നോട്ടും ഇതൊക്കെ എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡറും ഗുഡ്സ് റിസീവ്ഡ് നോട്ടും ഇൻസ്പെക്ഷൻ നോട്ടും ഇൻവോയ്സുമായിട്ട് വെച്ച് ചെക്ക് ചെയ്തിട്ട് എല്ലാം പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് ആണ് എന്ന് മാനേജർക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കൺസേൺഡ് അതോറിറ്റിക്ക് തോന്നുകയാണെങ്കിൽ അത് ആ പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നതാണ്. അതിനുശേഷം പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ചെക്കിംഗ് ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻ്റ് അകത്ത് ഇൻവോയ്സ് ചെക്ക് ചെയ്യും, അതായത് സപ്ലയർ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇൻവോയ്സ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ പർച്ചേസ് ഓർഡറും ഗുഡ്സ് റിസീവ്ഡ് നോട്ടും ഇൻസ്പെക്ഷൻ നോട്ടും ഒക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇൻവോയ്സ് അപ്രൂവ് ചെയ്ത് എന്ത് ചെയ്യും? ആ ഇൻവോയ്സ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുകയും കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പർച്ചേസ് പ്രൊസീജിയറിനകത്ത് വരുന്നത്. ഒന്നുകൂടി ജസ്റ്റ് നമുക്കൊന്ന് ഓർത്തു നോക്കാം. റിസീവിംഗ് പർച്ചേസ് റിക്വസിഷൻ, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡർ, സെലക്ടിംഗ് സപ്ലയർ, പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ, റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ, ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, ചെക്കിംഗ് ദി ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. പർച്ചേസ് പ്രൊസീജിയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക, ഒരു പോയിൻ്റ് മിസ്സാവാതെ പഠിച്ച് വയ്ക്കുക. Okay, thank you.